ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തിയേറ്ററിൽ വൻ വിജയമായ നമ്മുടെ നിവിൻ പോളിയുടെ സർവം മായയുടെ കഥയാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാ കൂട്ടുകാരും മാക്സിമം ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരു 20K ലൈക്ക് പ്രതീക്ഷിക്കുക അല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ ട്വിസ്റ്റ് മലയാളി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമ്മൾ തുടങ്ങല്ലേ TM ഫാമിലി. ഈ കഥയുടെ ആരംഭത്തില് ഒരു സ്റ്റേജ് ഷോ നടക്കുകയാണ്. അപ്പോഴാണ് ഓർഗനൈസർ ആയിട്ടുള്ള നമ്മുടെ സജയേട്ടൻ അങ്ങോട്ട് വരുന്നത്. ആ ഷോ തീർന്നു കഴിഞ്ഞാല് അടുത്തതായിട്ട് ഇവര് എബ്രോഡേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് 15 പാസ്പോർട്ട് അയക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ 14 പാസ്പോർട്ട് മാത്രമേ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് റിജക്റ്റ് ആയിട്ടുണ്ട്. ആ പാസ്പോർട്ട് ആരതാന്ന് നോക്കുമ്പോൾ അത് വേറെ ആരതുമല്ല, നമ്മുടെ ഈ കഥയിലെ നായകനായിട്ടുള്ള ഗിറ്റാറിസ്റ്റായ പ്രഭേന്ദുവിൻ്റെതാണ്. അതായത് നമ്മുടെ നിവിൻ പോളിയുടേത്. എന്നാൽ ഈ സംഭവം ഒന്നും അറിയാതെ ഷോയും കഴിഞ്ഞ് ബസ്സിൽ തിരിച്ചു വരുമ്പോൾ നിവിനാണെങ്കിൽ തന്റെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് എബ്രോഡ് പോകാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. ഫോണിൽ ക്യാൻസൽ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ രവിയേട്ടൻ എല്ലാവരും ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പോൾ പ്രഭയോട് കാര്യം പറയുന്നുണ്ട്. ട്രൂപ്പില് നിന്നെ മാത്രം അവര് സെലക്ട് ചെയ്തിട്ടില്ല, പാസ്പോർട്ട് റിജക്റ്റാ. അപ്പൊ പ്രഭ അല്ല, കാരണം എന്താ? അത് അവരുടെ ബഡ്ജറ്റ് കുറവ് പോലും. എന്നാ പിന്നെ അവർക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? കഴിഞ്ഞ 2 മാസമായിട്ട് കയ്യിൽ 10 പൈസ ഇല്ലാതെ പട്ടിണി കിടന്ന് റൂമിന് റെന്റ് കൊടുക്കാൻ പറ്റാതെ നട്ടം തിരിയുമ്പോളാ. അപ്പൊ രവിയേട്ടൻ അതിന് ഇത്രക്ക് നീ കഷ്ടപ്പെടണോ? നിന്റെ അച്ഛനും ഏട്ടനും കൂടി പൂജ ചെയ്യുന്ന വരുമാനത്തിന്റെ 1% പോരെ നിനക്ക് യൂറോപ്പ് മുഴുവനായിട്ട് ചുറ്റിയിട്ട് വരാന്? നീ ഇപ്പോ ഈഗ പിടിച്ചിട്ടല്ലേ ഈ ഗിറ്റാറും ചുറ്റിയിട്ട് ഇങ്ങനെ നടക്കേണ്ടി വരുന്നത്? അപ്പൊ പ്രഭ, ഒരാൾക്ക് ദൈവവിശ്വാസം ഉണ്ടാവുന്നതും ഇല്ലാത്തതും അയാളുടെ ഈഗോ കാരണമല്ല, അത് അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. എടാ പ്രഭേ, നീ ട്രൂപ്പിൽ ഇങ്ങനെ പാടി നടക്കാതെ ഒന്ന് സിനിമയിലൊക്കെ ട്രൈ ചെയ്യടാ, നിനക്ക് അതിനുള്ള കഴിവുണ്ടല്ലോ. അവസാനം യൂറോ ട്രിപ്പ് ഗതാഹോവി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് തന്റെ ഏട്ടന്റെ മെസ്സേജ് വന്ന കാര്യം ഓർക്കുന്നത്. ഫോൺ എടുത്ത് നോക്കുമ്പോൾ അച്ഛന്റെ സപ്തതിയാണ്. നീ ചിലപ്പോ വരില്ലാന്നറിയാം, എന്നാലും നീ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ കണ്ടാല് അച്ഛൻ പറഞ്ഞിട്ടില്ലെങ്കിലും അച്ഛൻ്റെ അത് നല്ല സമാധാനമാവും. അതുപോലെ വല്യച്ഛനും പലപ്പോഴും നിന്നെ ഒന്ന് കാണുന്നെന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് നാട്ടിലെ ഹീറോയുടെ വീട്ടില് അച്ഛന്റെ സപ്തതി ചടങ്ങുകൾ നടക്കുകയാണ്. ഹീറോയുടെ അച്ഛൻ കുറച്ചു നാള് ശബരിമലയിലൊക്കെ പൂജ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫംഗ്ഷന് വന്ന മിനിസ്റ്റർ, നിങ്ങളുടെ മൂത്ത മകനും ഇപ്പൊ അവിടെയാണോ? അല്ല, ഇവനിപ്പോ തിരക്കിട്ട പൂജകളില്ല, വിദേശത്താണ് കൂടുതലും. ഇന്ന് വൈകുന്നേരം കെനിയക്ക് പോകാനിരിക്കുക. അങ്ങനെ ഫാമിലിയെ പരിചയപ്പെടുത്തിയപ്പോ, അല്ല നിങ്ങൾക്കൊരു ഇളയ മകനില്ലേ, അവൻ ചിലപ്പോ എത്താൻ വൈകും. അങ്ങനെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോ ഇന്ദു അവിടെ എത്തുന്നത്. നേരെ വീട്ടിന് മുമ്പിലൂടെ കയറാതെ പിന്നിലൂടെ അടുക്കള വശത്തോട് കയറുമ്പോ അവിടെ ഇന്ദു ചെറിയ കുഞ്ഞായിരുന്നപ്പോ തന്നെ ആ വീട്ടിലേക്ക് ഇന്ദുവിന്റെ അമ്മ കൂട്ടിക്കൊണ്ടുവന്ന പപ്പു എന്ന ഒരു പെൺ നായുണ്ട്. അപ്പോഴാണ് ഇന്ദു ശ്രദ്ധിക്കുന്നത് പപ്പു ഉടനെ ഒരമ്മയാവാൻ പോവാണ്. അപ്പോ വീട്ടിലെ ജോലിക്കാര് പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മ പോയ ശേഷം പപ്പുവിന്റെയും അതുപോലെ ഇന്ദു നിന്റെയും മുഖത്തുണ്ടായിരുന്ന ഒരു സന്തോഷമില്ലാതായാലേ. അങ്ങനെ നേരെ വെല്ലിച്ചനെ കാണാൻ എത്തിയപ്പോ വെല്ലിച്ചന് പ്രായമായതുകൊണ്ട് തന്നെ മറവിയുണ്ട്. റൂമില് ബാത്റൂമിൽ പോയിട്ട് വെള്ളം ഒഴിക്കാൻ മറന്നിട്ടുണ്ട്. അങ്ങനെ വെല്ലിച്ചനെ ഹഗ് ചെയ്തിട്ട് ബാത്റൂമിൽ പോയാല് ഫ്ലഷ് അടിക്കാൻ ഒരു സെക്കൻഡല്ലേ വേണ്ടു. അപ്പൊ അതിന് ഓൾറെഡി അതില് വെള്ളല്ലേ കിടക്കുന്നത്, പിന്നെ നമ്മൾ ഒഴിക്കുന്ന മൂത്രവും വെള്ളം, പിന്നെ ഈ ആഡംബരത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? അപ്പോഴാണ് നമ്മുടെ ഹീറോ ഇന്ദുവിനെ കാണാന് ഏട്ടൻ വരുന്നത്. എടാ, എനിക്ക് കെനിയയിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റിന്റെ സമയമായി, നീ പൂണൂലൊക്കെ ഇട്ടിട്ട് താഴെ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യും. അങ്ങനെ അവിടെ ചെയ്യേണ്ട പൂജയുടെ ചില സംശയങ്ങള് വെല്ലിച്ചനോട് ചോദിച്ചിട്ട്, വെല്ലിച്ചന് കെനിയയിൽ നിന്ന് വരുമ്പോ ഞാൻ എന്താ കൊണ്ടുവരണ്ടേ? അപ്പൊ ഇന്ദു ആണെങ്കിൽ വെല്ലിച്ചന് പറ്റിയ നല്ലൊരു സുന്ദരി കുട്ടിയെ കൂട്ടിക്കോ. അതില് എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നാല് നമ്പൂരി കുട്ടി ആയിരിക്കണം. അങ്ങനെ ഏട്ടൻ പോയി കഴിഞ്ഞപ്പോ ഏട്ടന്റെ കൂടെയുള്ള അസിസ്റ്റന്റ് ഇല്ലേ, അവന് കുറെ പൂജയും കിട്ടുന്നുണ്ട്, കുറെ പൈസയും കിട്ടുന്നുണ്ടല്ലേ. എന്നാലും വെല്ലച്ചൻ, നിന്നോട് ആരെങ്കിലും പൂണൂലും ഊരിട്ട് പോകാൻ പറഞ്ഞോ? നീ കുറെ പൂജാ വിധികളൊക്കെ പഠിച്ചതുമല്ലേ? അച്ഛന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഈ കുടുംബത്തിലെ മേൽശാന്തി നീ ആയനെ. വിവരദോഷം അല്ല എന്ത് പറയാനാ ഭഗവാനെ, ഇവനെ കുറച്ച് നല്ല ബുദ്ധി കൊടുക്കണേ. അപ്പോ ഏത്തീസ്റ്റ് ആയിട്ടുള്ള ഹീറോ ആണെങ്കിൽ മുത്തശ്ശൻ മൂത്രമൊഴിച്ചു കഴിഞ്ഞാല് വെള്ളം ഒഴിക്കാനൊന്ന് ഓർപ്പിക്കണേന്ന് പറഞ്ഞിട്ട് ട്രോളിയിട്ട് അവിടുന്ന് പോവാണ്. അതേ സമയത്ത് നമ്മുടെ ഇന്ദുവിന്റെ ചെറമയുടെ മകനാണ് നമ്പൂതിരി രൂപേഷ്, അതായത് നമ്മുടെ അജു വർഗീസ്. അജു വർഗീസിന് ഒരു അസിസ്റ്റന്റ് ഉണ്ട്, അവന്റെ പേര് ശ്രീകുട്ടൻ എന്നാണ്. അങ്ങനെ ഒരു പൂജ കഴിഞ്ഞിട്ട് ചടങ്ങിന് പൈസ വാങ്ങുമ്പോ ശ്രീകുട്ടൻ വലിയ നോട്ട് 500 വാങ്ങിയിട്ട് ഇന്നത്തെ വണ്ടിക്കൂല എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ രൂപേഷ് കിട്ടിയതൊക്കെ 20-ന്റെതും 10-ന്റെയും നോട്ട് മാത്രം. പൂജ കഴിഞ്ഞപ്പോ ശ്രീകുട്ടനോട്, എടാ ചൂലെടുത്ത് ഒന്ന് ക്ലീൻ ചെയ്യടാ. ക്ലീനൊക്കെ ചെയ്യാം, എന്നാൽ അതിന് വേറെ പൈസ തരേണ്ടി വരും. എടാ, നിനക്കും കൂടി വേണ്ടിട്ടല്ലേ ഞാൻ കുറഞ്ഞ പൈസക്ക് പൂജ പിടിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ രൂപേഷിന്റെ ഫോണിലെ ഒരു വോയിസ് കേൾപ്പിച്ചു കൊടുക്കുന്നത്. ശ്രീകുട്ടൻ, അവൻ വേറെ ഉടായിപ്പാ, വേറെ ഏതെങ്കിലും നല്ലൊരു പയ്യനെ കിട്ടോ? അപ്പൊ ഇതെന്താ? എടാ, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞല്ലേ. എനിക്ക് അപ്പോഴേ തോന്നി. അങ്ങനെ രാത്രി നമ്മുടെ ഇന്ദുവില്ലേ രൂപേഷിനെ കാണാന് വീട്ടിലെത്താണ്. അങ്ങനെ രൂപേഷ് അമ്പലക്കുളത്തില് കുളിക്കാൻ പോകുമ്പോ ഇന്ദുവിനെ കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇന്ദു, എടാ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ? എന്റെ അച്ഛൻ്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് കറി കരിയാനോ സപ്ലൈ ചെയ്യാനോ പോകുന്നോ? ചിലപ്പോ കൈ മുറിയും, മേലൊക്കെ വൃത്തിയാടാവും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ കൂടെ
പരികർമ്മേറ്റ് വാ. ദീപോടന്റെ കൂടെ നീയും വേദ പഠനം മുഴുവൻ കഴിഞ്ഞാലടാ. നീ പഠിച്ചതിന്റെ പകുതി പോലും ഇത്രയും കാലമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. എന്നിട്ടും ഞാൻ ഈ ചടങ്ങൊക്കെ നടത്തി കൊണ്ടുപോകുന്നില്ലേ? അപ്പൊ എന്തോ എനിക്ക് ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേ വിശ്വാസമില്ല. അതിനിപ്പോ നാളെ അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് നമ്മൾ ജീവനോട് ഉണ്ടാവുമെന്ന് എന്താ ഉറപ്പ്? അപ്പോൾ ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടുന്നില്ലേ? അത് തന്നെയാണ് ദൈവം എന്ന് അങ്ങ് കരുതിയാ പോരെ. അപ്പോഴാണ് അമ്പലകുളത്തിന്റെ അരികിലായിട്ട് കുറച്ച് പയ്യന്മാര് ചുറ്റിത്തിരിയുന്ന കാണുന്നത്. അപ്പൊ എന്തോ കയ്യില് തീയും പുകയൊന്നുമില്ല. അപ്പൊ കൂടിയ വല്ല പൊടിയോ എന്തോ ആണ്. ആഹാ, നമ്മുടെ നാട്ടില എന്നാ ഒന്ന് കാണണല്ല. അങ്ങനെ കയ്യിലൊരു ചെറിയ വടി പിടിച്ചിട്ട് അവരെ നേരെ പോയിട്ട്, അല്ല നീയൊക്കെ ഏതടാ, എന്തോടെ പരിപാടി? മര്യാദക്ക് വീട്ടിൽ പോടാ. നിന്റെയൊക്കെ നീണ്ട മുടിയൊക്കെ നാളെ തന്നെ വെട്ടിക്കൊള്ളണം. അപ്പൊ കൂടുതൽ ഒരുത്തം പറയുന്നുണ്ട്, ഈ അവതാരത്തിന് ഒന്നും ഇവിടുന്ന് ഓടിച്ചുവിടറാ. അങ്ങനെ രൂപേഷ് കൊണ്ടുപോയ ആ വടിയെടുത്ത് തന്നെ രൂപേഷിനോട് അടിച്ചു ഓടിക്കുന്നുണ്ട്. അപ്പൊ ഇന്ദു വേഗം ഇവിടെ ഓടി തള്ളിക്കോ, വരുമ്പോ തോർത്തെടുത്തോ. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഇന്ദുവിന് ഒരു ചെറിയ ആൽബത്തിന്റെ ഗിറ്റാർ ഷോ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പൈസ വയ്ക്കുമ്പോ ഗൂഗിൾ പേയിലേക്ക് അയച്ചുതരാന്ന്. അപ്പൊ ആ ഒരു വർക്ക് പിടിച്ചു കൊടുത്ത ഫ്രണ്ട് ഫൈസലിനോട്, എടാ എന്റെ കയ്യിൽ പൈസ ഇല്ലടാ, വീട്ടിൽ പോകാനുള്ള പൈസ കയ്യിലുള്ളൂ. പൈസ ഇന്ന് വരും നാളെ പോവും. പിന്നെ നമ്മുടെ ബോംബെയിലെ ഫേമസ് ഒരു മ്യൂസീഷ്യൻ ഇല്ലേ, അങ്ങയുടെ ഷോയ്ക്ക് ചിലപ്പോ നിനക്കൊരു ചാൻസ് കിട്ടും. നിന്റെ ഒരു പ്ലേ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈസല് ഒരു ക്രെഡിറ്റ് കാർഡിന് അപേക്ഷ കൊടുക്കുന്നുണ്ട്. മാസത്തില് ഒരു 10-40 രൂപയ്ക്ക് വലിക്കാൻ പറ്റുന്ന അറിഞ്ഞപ്പോ കയ്യിൽ 10 പൈസ ഇല്ലെങ്കിലും നമ്മുടെ ഇന്ദു ഒരു അപേക്ഷ കൊടുക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് മുത്തശ്ശനോട്, മുത്തശ്ശ കയ്യിലൊന്നുമില്ല, എറണാകുളം പോയിട്ട് പരിപാടി കഴിഞ്ഞു, പക്ഷേ പൈസ കിട്ടിയില്ല, എന്തെങ്കിലും ഒന്ന് എന്റെ കയ്യിൽ ഇടുന്നടാ. നീ നിന്റെ അച്ഛനോട് ചോദിക്കേ, എത്ര എണ്ണം തരുമല്ലോ. എന്നാൽ ഹീറോ ആണെങ്കിൽ അച്ഛനോടോ ഞാനോ എന്റെ കൊക്കിന് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കൂല. അങ്ങനെ നേരെ പോകുന്നത് അച്ഛന്റെ അടുത്തേക്കാണ്. നോക്കുമ്പോ അച്ഛനെ കാണാനേ അവരുടെ പഴയ നെയ്ബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛൻ, അല്ല എന്താ? അല്ല കുഴപ്പമില്ല. ആര്? ഞാൻ കുഴപ്പമില്ല എന്നാ. അല്ല ചേഞ്ച് ഉണ്ടാവോ? എത്രയ്ക്കാ? ഒരു 200-ന് 200 മതിയോ? 200-ന്റെ ഒറ്റ നോട്ടാലും മതി. അപ്പൊ അതെങ്ങനെയാ ചേഞ്ച് ആവുക? അത് പുറത്തു പോയിട്ടൊരു ചായ കുടിക്കാന്ന് കരുതി. അപ്പൊ അച്ഛൻ നേരെ ഉള്ളിൽ പോയിട്ട് ഒരു ഫ്ലാസ്കിൽ കുറച്ച് ചായ കൊണ്ടുവന്ന് കൊടുക്കാണ്. ആവശ്യത്തിന് പുറത്തുനിന്ന് കുടിച്ചോട്ടോ. അങ്ങനെ ഫ്ലാസ്ക് കൊടുത്തിട്ട് നേരെ വെല്ലേച്ചന്റെ അടുത്ത് എത്തിയിട്ട്, വെല്ലേച്ചനായിരുന്നില്ലേ ആദ്യ കുടുംബത്തിലെ മൂത്ത നമ്പൂരി, എന്നിട്ട് ഈ അച്ഛന്റെ ജാടയൊക്കെ എങ്ങനെയാ നിങ്ങൾ സഹിക്കുന്നത്? അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടാ. അതായത് നമുക്കൊക്കെ ഇപ്പൊ എന്താ വേണ്ടത്? നമ്മളെ നല്ലോണം ഇഷ്ടപ്പെടുന്ന, നല്ലപോലെ നോക്കുന്ന ഒരാളല്ലേ, അത് നമ്മൾ തന്നെ ആയ പോരെ. എന്നെ ഭയങ്കര ഇഷ്ടാ, ഞാൻ നല്ലപോലെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് വെല്ലേച്ചൻ ഒരു ശ്ലോകം പറഞ്ഞു കൊടുക്കുന്നത്. അതിന്റെ അർത്ഥം, കഷ്ടകാലം വന്നാലും നമ്മുടെ ബുദ്ധി നഷ്ടപ്പെട്ടൊന്നും പോവില്ല. ആ ബുദ്ധി ഉപയോഗിച്ചാല് പിന്നെയും സമ്പാദിച്ച് മുന്നോട്ട് വരാൻ പറ്റും. പോയി സമ്പാദിക്കുന്നു. അങ്ങനെ നേരെ നമ്മുടെ രൂപേഷ കാണാൻ പോയിട്ട് പരികാരമായിട്ട് ഞാനും കൂടെ റെഡിയാണ്. രൂപേഷിന് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ അധികം പൂജകൾ പിടിക്കുകയാണ്. അങ്ങനെ ഒരു പൂജ കഴിഞ്ഞിട്ട് നമ്മുടെ രൂപേഷ് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അവിടെ പുതുതായിട്ട് ഒരു ഊഞ്ഞാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീടിന്റെ ഓണർ ആണെങ്കിൽ, പൗലോസെ നിന്റെ ഊഞ്ഞാൽ അത്ര ഉറപ്പുണ്ടടാ, സംശയം ഉണ്ടെങ്കിൽ എത്ര പേരാണെങ്കിലും ഇരുത്തി നോക്കിയോ. അങ്ങനെ നമ്മുടെ രൂപേഷ് പിടിച്ചിരുത്താണ്. അപ്പൊ ആ വീട്ടിലെ കുറച്ച് ജപ്പായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി കൂടി പിടിച്ചിരുത്തുമ്പോ ആ ഊഞ്ഞാൽ അങ്ങനെ തന്നെ പൊട്ടി വീഴുകയാണ്. അങ്ങനെ രൂപേഷിന്റെ കഴുത്തിനും നടുവിനും നല്ല മുട്ട പണിയിട്ടിരിക്കുകയാണ്. അപ്പോൾ രൂപയുടെ അച്ഛനും അമ്മയും എന്തായാലും പൂജ പഠിച്ചതുകൊണ്ട് നമ്മളൊന്നും മുടങ്ങില്ലല്ലോ. അച്ഛനോടും അമ്മയോടും ഒന്ന് പുറത്തേക്ക് ചോദിച്ചിട്ട്, ഇവിടെ രൂപേ ഇന്ദുവോട്, നിന്റെ ഫ്രണ്ടും കുടുംബവും മാത്രമല്ല, ജോലി പഠിപ്പിച്ച കർമ്മദാതാവാണ്. അപ്പോൾ ഇനി സ്വന്തമായിട്ട് ചെയ്യുന്ന പൂജയുടെ 50% എനിക്കും 50% നിനക്കും, അങ്ങനെയല്ലേ? അതൊന്നും നടക്കൂല. എനിക്കൊരു 60-40 ആക്കാം. പിന്നെ നമ്മുടെ ഹീറോ അല്ലേ തുടർച്ചയായിട്ട് സ്വന്തമായിട്ട് പൂജകൾ പിടിക്കുകയാണ്. പിന്നെ ഫൈസൽ പറഞ്ഞ പോലെ ഒരു ഗിറ്റാർ റെക്കോർഡ് ചെയ്യാൻ വന്നപ്പോൾ രൂപ വിളിച്ചിട്ട് ഒരു കിടിലൻ ഓഫർ ഉണ്ട്. ഇവരെ കൃഷ്ണനുണ്ണി നമ്പൂതിരി നമുക്ക് തന്നതില് ഏറ്റവും അടിപൊളി ഓഫർ. പാലക്കാടുള്ള ഒരു അഡ്വക്കേറ്റിന്റെ +2 പഠിക്കുന്ന മകനെ എന്തൊക്കെയോ കാണുന്നെന്നോ അതുപോലെ എന്തൊക്കെയോ കേൾക്കുന്നെന്നോ, അത് പയ്യന്റെ ദേഹത്ത് എന്തോ ഒരു ബാധയുണ്ട്. എന്തുവാണെങ്കിൽ രൂപ അതിനെനിക്ക് ബാധ ഒഴിപ്പിക്കാനൊന്നും അറിയില്ല. രൂപയാണെങ്കിൽ അതിന് കുറച്ച് മന്ത്രങ്ങളും വിധികളും ഞാൻ PDF ആയിട്ട് അയച്ചുതരാം. ബാക്കി സാധാരണ ചെയ്യുന്ന ദർശന ഹോമത്തിന്റെ അതേ സെറ്റപ്പിൽ അങ്ങ് ചെയ്താൽ മതി. അപ്പോഴാണ് ഓൾറെഡി നമ്മുടെ ഇത് വന്ന റെക്കോർഡ് ഇന്ന് നടക്കില്ല. മുംബൈയിലെ മ്യൂസീഷ്യൻ സാറ് ഇന്ന് അവൈലബിൾ അല്ല. പിന്നെ വക്കീലിന്റെ വീട്ടിലെ അത് ഒഴിപ്പിക്കാന് വീടിന്റെ അടുത്തുള്ള ഓട്ടോ ഡ്രൈവറെയും കൂട്ടിയിട്ട് വീട്ടിലെത്തിയപ്പോ അത് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇന്ന് പൂജയാ, ഒരു ബാധ ഒഴിപ്പിക്കാനാ. അത് കേട്ടപ്പോ ഓട്ടോ ഡ്രൈവർ അവിടെ നോടി തള്ളുകയാണ്. പിന്നെ വീട്ടിലെത്തിയിട്ട് പൂജ കർമ്മങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ നടത്തുമ്പോൾ ഇവിടെ ഒരു ഗിറ്റാർ കാണുന്നുണ്ട്. അപ്പൊ എന്തു, അല്ല ഈ ഗിറ്റാർ ആരതാ? അത് എന്റെ മകനതാ. അപ്പോഴാണ് ജോലിക്കാരി പറയുന്നത്, അവൻ എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്നതാ, അപ്പോൾ അവനൊന്നും കഴിക്കാൻ വേണ്ട. എന്തുവാണെങ്കിൽ, അല്ല മകനെ ഡോക്ടറെ കാണിച്ചില്ലേ? ഇവിടെ അടുത്ത് ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ റാഫേൽ എന്ന ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചു. ഇതും കഴിക്കുന്നുണ്ട്, പക്ഷെ മാറ്റമൊന്നുമില്ല. വൈഫിന്റെ നിർബന്ധത്തിന് ഒരു പൂജ ചെയ്യാന്ന് കരുതിയേ, എന്നാൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല. പിന്നെ മകനെ കൂട്ടിട്ട് എന്റെ അമ്മ അങ്ങോട്ട് വരുമ്പോ ബിന്ദുവിനെ നല്ലോണം പേടിയാവുന്നുണ്ട്. ബിന്ദു, അല്ല കാണുന്നത് സ്ത്രീയാണോ പുരുഷനെയാണോ? പെൺകുട്ടിയാണ് പോലും. മകനിപ്പോ വല്ലാതെ പേടിയാണ്. എവിടെ പോകുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോൾ പോലും കൂടെ വേണം. ബിന്ദു ആ പയ്യനെ വിളിച്ചു നോക്കുന്നുണ്ട്. അല്ല അവൻ തല പോലും ഉയർത്തി നോക്കുന്നില്ല. അപ്പോൾ അച്ഛനായ വക്കീല് ആര് വിളിച്ചാലും മുഖത്തേക്ക് നോക്കാറില്ല, കോണ്ടാക്ട് ചെയ്യില്ല. പിന്നെ ആ ഒരു പൂജാ കർമ്മം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം തീരാനായപ്പോലെ ആ ഒരു പയ്യൻ ഇവിടെ ഇന്ദുവിനെ തന്നെ കുറിച്ച് നോക്കിയിട്ട് അത് എഴുന്നേറ്റ് പോയിട്ട് ബ്രെഡ് എടുത്ത് കഴിക്കുകയാണ്. അതായത് ആ കുട്ടിയുടെ ഉള്ളിലെ ബാധ പോയിട്ടുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. വർക്കായ. അങ്ങനെ തിരിച്ച് രൂപയുടെ അടുത്തെത്തിയപ്പോൾ 10,000 പറഞ്ഞിട്ട് 1 ലക്ഷം രൂപ വക്കീല് തന്നാ. എന്തായാലും ഇപ്പോ നൂലക്കെട്ട്
പൂജ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ശരിയും വരാൻ തുടങ്ങിയില്ലേ. ഇതിന് പൈസ വാങ്ങി ചെയ്യുന്ന ചടങ്ങല്ലേ ഇത്. അത് ഞാൻ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസമില്ലേ ഒരു ബലി കർമ്മത്തിന് അതിനും അങ്ങനെ ഓട്ടോ ഡ്രൈവർ ഇന്ദുവിനെ വിളിക്കുമ്പോൾ എന്തോ ഫോണിലെ പ്രൊഫൈലുള്ള ആ ചൈനക്കാരനാരാ നോക്കുമ്പോൾ അത് കൊറിയൻ സിംഗറാണ്. ഇന്ദുവിനെന്നാൽ ആരെയും ഇപ്പം ഫോട്ടോ മാറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ചടങ്ങിന് പോകാൻ ഇറങ്ങിയപ്പോൾ രൂപയുടെ പഴയ അസിസ്റ്റന്റ് ഇല്ലേ ഇന്ദുവിനെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈശ്വരവാദിയായിട്ടുള്ള ഒരാള് ഉണൂലും ഇട്ടിട്ട് ചടങ്ങ് ചെയ്യാ. അപ്പോൾ ഈ കാര്യം പുറത്ത് പറയാതിരിക്കാൻ അസിസ്റ്റന്റായിട്ട് എന്നെ കൂട്ടിക്കോ. പൈസയൊക്കെ നല്ലോണം വാങ്ങുന്നില്ലേ. ഞാൻ അവിടുന്ന് ആ സ്കൂട്ടർ എടുത്ത് പോകാൻ നോക്കുമ്പോൾ സ്കൂട്ടറുടെ നിയന്ത്രണം വിട്ടിട്ട് ഒരു കടയെ കൊണ്ട് ഇടിക്കുകയാണ്. അസിസ്റ്റന്റ് ശ്രീകുട്ടന്റെ കാലൊടിഞ്ഞിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവർ മേനി എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോഴാണ് ഇന്ദുവിന്റെ വീട്ടിലെ ഒരു ഡെലിവറി ബോയ് വന്നിട്ട് ഇവിടെ ഏതാ വിവേകെന്ന് പറഞ്ഞ പെൺകുട്ടികളെ ഓർഡർ ഉണ്ടായിരുന്നേ. കുട്ടിയൊന്നുമില്ല, വിവേകത്ത് പെണ്ണല്ല ഏട്ടനാ. പിന്നെ ഹിന്ദു വന്നിട്ട് പാർസൽ നോക്കുമ്പോൾ ഇത് ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഫോണിലില്ലേ ഓർഡർ ചെയ്ത ആപ്ലിക്കേഷൻ കാണുന്നത്. അതിൽ ഹിന്ദു ഇൻസ്റ്റാളും ചെയ്തിട്ടില്ല. ഒരു പാർസലുള്ളത് ഒരു ചുരിദാറാണ്. ഇത് മുത്തശ്ശനോട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വാട്സപ്പിലെ ഫോട്ടോ സ്വന്തമായിട്ട് മാറുക, ഇൻസ്റ്റാൾ ചെയ്യാത്ത ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് അതിനുള്ളൊക്കെ വാങ്ങുക. ഞാനെന്തായാലും റീഫണ്ടിന് കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ കിട്ടുമായിരിക്കും. പിന്നെ ഉറങ്ങാൻ കിടന്നിട്ട് അതായിട്ട് ഉറക്കം പിടിച്ചപ്പോൾ ഒന്ന് ഇടി ഇടിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയപ്പോൾ ഇതുമില്ലേ നേരെ മുമ്പിൽ ഒരു പെൺകുട്ടി ഇരുന്ന് ഫോണ് കളിക്കുന്ന കാണുകയാണ്. അപ്പോൾ ആ പെൺകുട്ടിയും ഇന്ദുവും നേരിട്ട് കണ്ടപ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട്. ആണെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, ഞാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. എന്നാൽ ഇന്ദു പിന്നീട് നല്ലോണം ഉറങ്ങിപ്പോയിട്ടുണ്ട്. രാവിലെ ആയപ്പോൾ ഇപ്പോൾ സ്വപ്നം കണ്ടതായിരിക്കും. മുത്തശ്ശനോട് ഞാൻ ഇന്നലെ സുന്ദരി പെൺകുട്ടി എൻ്റെ മുമ്പിലിരിക്കുന്ന സ്വപ്നം കണ്ടു. കല്യാണ പ്രായമായതിൻ്റെയാ. എനിക്ക് എത്ര സ്വപ്നം കണ്ടിരിക്കുന്നു. ആണ് മാത്രമല്ല ശബ്ദം കേട്ടു. പോയിട്ട് വരാമെന്ന് പറഞ്ഞു. മുത്തശ്ശൻ ഒരു കാര്യം ചെയ്യ്, ഇനി വന്നാലേ എൻ്റെ അടുത്തേക്ക് പറഞ്ഞുവിട്ടേക്ക്, സംസാരിച്ചിരിക്കാലാ. അപ്പോഴാണ് ഇന്ദുവിൻ്റെ പിന്നിലെ ആ പെൺകുട്ടി ഇരിക്കുന്ന കാണുന്നേ. അല്ലെ പ്രഭ അത് കാണാതെ ഉള്ളിൽ കയറിയപ്പോൾ എന്ന് അവളെ കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. അവളാണെങ്കിൽ പേടിക്കണ്ടാട്ടാ, പൂജ ചെയ്യാൻ വന്നില്ലേ നമ്മുടെ വക്കീലിൻ്റെ വീട്ടിൽ. പയ്യൻ വല്ലാതെ പേടിത്തോണ്ടനാ എൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല. അല്ലെ പ്രഭയ്ക്ക് നല്ല ധൈര്യാട്ടാ, ഐ കോണ്ടാക്ട് ഉണ്ട്. എന്നെ കണ്ട് പേടിക്കണ്ടാട്ടാ. അപ്പോൾ ആദ്യം കാണുന്നുണ്ടാ ദേശീയയിലായിക്കോളും. ഫോണില് ഇന്ദുന്ന് വിളിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചാട്ടാ. ഒന്ന് ഫോൺ കയ്യിൽ വെച്ചോ, എനിക്കിനി രാത്രി മതി. ദിവസമില്ലേ നമ്മുടെ ഇന്ദു ഡോക്ടറെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആങ്സൈറ്റിയാ. ഡോക്ടർ റാഫേലിനെ കാണാൻ വന്നതാ. അത് ഞാൻ തന്നെയാ. ഞാൻ ഈ പൂജ ചെയ്യുന്ന ആളാ. ഒരു 3 ദിവസം മുമ്പ് ഒരു പൂജക്ക് വീട്ടിൽ പോയിരുന്നു. അവിടുത്തെ വക്കീലിന്റെ മകനെ നിങ്ങളാണ് ട്രീറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അല്ലെ പൂജ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇല്ലേ അവനുണ്ടായിരുന്ന അതേ സിംറ്റംസ് ഇപ്പൊ എനിക്ക് കാണാണ്. ഇന്നലെ രാത്രിയും ഇന്നും ആ പെൺകുട്ടി ഞാൻ കണ്ടു. കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ സ്കീഷോഫീനിയോ അങ്ങനത്തെ ഒരു അസുഖമില്ലേ. ഉള്ളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ സിംറ്റംസ് മൊത്തം എനിക്കുണ്ട്. അപ്പോൾ ഡോക്ടറാണെങ്കിൽ അല്ല താൻ തന്നെയല്ലേ പൂജ ചെയ്തിട്ട് ആ പയ്യന്റെ പ്രശ്നം മാറ്റിയേ. അതുപോലെ സ്വന്തം പൂജ ചെയ്ത് പ്രശ്നങ്ങൾ മാറ്റിയ പോലെ. ഇതിന് ഞാൻ ഏത്തിയിസ്റ്റാ, ദൈവത്തിൽ വിശ്വാസമില്ല. അപ്പൊ താനെങ്ങനെയാ ഈ പൂജക്കൊക്കെ പോകുന്നത്? ഇത് ചെറുപ്പത്തിൽ ഒരു 19 വയസ്സ് വരെ പൂജാവിധികൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ദൈവത്തിൽ വിശ്വാസം എപ്പോഴാ പോയേ? ഹിന്ദു ആ കഥ പറയാണ്. എൻ്റെ അമ്മ മ്യൂസിക് വായിക്കുമായിരുന്നു. നല്ല സ്നേഹമായിരുന്നു. ഞങ്ങളുടെ ഇല്ലത്തിൽ ഉള്ളിലായിട്ടൊരു പൂജാ മുറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതിൽ നിന്ന് അമ്മ വിളിക്കുന്ന ശബ്ദം കേട്ടു. ഞാനാണെങ്കിൽ പൂജ കയ്യട്ടെന്ന് കരുതി അമ്മയുടെ വിളി മൈൻഡ് ചെയ്തില്ല. പക്ഷേ എന്നപ്പോൾ സോഫയുടെ താഴെ അമ്മ വീണ് കിടക്കുന്നേ കണ്ടേ. എത്തപ്പോഴേക്കും അമ്മ മരിച്ചിരുന്നു. അറ്റാക്ക് പറ്റിയതായിരുന്നു. അമ്മയെ മടി കിടത്തിയിട്ട് പൂജ കഴിഞ്ഞ ആ വിളക്കിലേക്ക് നോക്കിയേ. അന്ന് ആ വിശ്വാസം പോയതാ. അപ്പോൾ ഡോക്ടർ നിന്റെ ഉള്ളിൽ ഒരു ഡീപ്പായുള്ള ട്രോമയുണ്ട്, അതാണ് നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ഡോക്ടറെ അതൊന്നുമല്ല, ഇപ്പോഴാണ് ഈ ഫീലിംഗ് ഒക്കെ. അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ആദ്യം ഈ ട്രോമ നമുക്കങ്ങ് മാറ്റിയെടുക്കാം. ഇനിയും ആ പെൺകുട്ടി വന്നാലോ തന്നെ ഞാനൊരു മരുന്ന് തരാം. അത്ര നല്ല ഉറക്കം കിട്ടും. അപ്പോൾ വേറെ മരുന്ന് ലോകത്ത് ഡീപ്പായിട്ടുള്ള സുഖമുള്ള ഉറക്കത്തെക്കാളും വലിയ ഗുണം ചെയ്യുന്ന ഒരു മരുന്നുമില്ല. പിന്നെ വീട്ടിലെത്തിയിട്ട് രാത്രി റൂമിലൊക്കെ ഭാഗത്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പിന്നെ ഉറങ്ങാൻ കിടന്നപ്പോൾ പൂച്ചയുടെ ശബ്ദം കേൾക്കാണ്. നോക്കുമ്പോൾ പുറത്തിരുന്നിട്ട് പെൺകുട്ടി ഫുൾ കളിക്കുകയാണ്. അപ്പോൾ തരിച്ച് കണ്ടപ്പോൾ അവള് പേടിക്കണ്ട, 3 പ്രാവശ്യം നമ്മൾ കണ്ടില്ലേ. ഇപ്പോൾ സമയം 1:30 മണിയായി. അവള് സാധാരണ ബാത്റൂമിൽ പോയിട്ട് ഫ്ലഷ് ചെയ്തിട്ടില്ല. ഇവിടുന്ന് ചെയ്യട്ടെ. ഇപ്പോൾ വിശ്വാസമായില്ലേ, കാലം മരുന്നെല്ലാം കഴിച്ചല്ലേ, പോയി കടന്നു. ഫോൺ കുറച്ച് നേരത്തെ ആവശ്യമുണ്ട്, രാവിലെ ഞാൻ എടുത്തെടുത്ത് തന്നെ കുത്തിവെച്ചോളാം. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മുത്തശ്ശൻ വരുന്നത്. അല്ല ഇന്ദു എന്താ ശബ്ദം കേട്ടെ? അപ്പോൾ പെൺകുട്ടിയാണെങ്കിലേ ഇരിക്കണ്ട, അങ്കിളിന് എന്നെ കാണാൻ പറ്റൂല. ലക്ഷ്യനാണെങ്കിൽ ഇന്ദു രാത്രി പോയി കടന്നുറങ്ങ്. അവൾ ഇന്ദുവിനോട് കുർത്തി എന്തായാലും റിട്ടേൺ ചെയ്താൽ നന്നായി. ഒരു പിങ്ക് ലാവണ്ടറിലെ കുർത്തിയെ നോക്കിയേ. ഇന്ദു തരിച്ചു കണ്ടപ്പോൾ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടാ? നിങ്ങൾ ആരാ? അത് എനിക്ക് പറയാൻ അത്ര ഇഷ്ടമല്ല. എനിക്ക് തോന്നുന്നു ഒരു ഗോസ്റ്റ് ആണെന്ന്, അതായത് ഈ പ്രേതം. പിന്നെ അടുത്ത ദിവസം നമ്മുടെ രൂപയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രൂപ അത് ഒഴിപ്പിക്കാനുള്ള ഒരു ചടങ്ങിനായിട്ട് ഇന്ദുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. പിന്നെ പേടിച്ച് പറിച്ച് നമ്മുടെ രൂപയില്ലേ ഒരു ബാധ ഒഴിപ്പിക്കാനുള്ള ചടങ്ങൊക്കെ നടത്തുകയാണ്. അല്ലെ ചടങ്ങ് നടത്തുമ്പോഴും അത് കഴിഞ്ഞപ്പോഴൊക്കെ തന്നെ നമ്മുടെ പ്രേതം ഇരിക്കുന്നുണ്ട്. രൂപയാണെങ്കിൽ ഞാൻ ഐറ്റത്തിന് നേരിട്ട് കണ്ടു. എല്ലാം തന്നെ ഏട്ടാ, നമുക്ക് 2-3 പൂജയുണ്ട്, അതൊന്നും ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞ് രൂപ പോയി കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് പ്രേതത്തിനെ കാണുന്നത്. നിന്ന് പോവാൻ നോക്കുമ്പോൾ വാതിൽ ലോക്ക് ചെയ്തിട്ട്
താനെന്തിനാ എപ്പോഴും ഇങ്ങനെ ഞെട്ടുന്നേ? തന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഒന്ന് ഞെട്ടാറുണ്ട്. ഒരു കാര്യം അറിയോ, ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. ബ്ലൂടൂത്ത് കണക്ട് ചെയ്താലേ തൻ്റെ കൂടെ നടക്കുന്നെന്തിനാ? എന്താ ഇവിടെ സംഭവിക്കുന്നേ? ദയവ് ചെയ്ത് കർത്താവിനോർത്ത് വെറുതെ ഇറിറ്റേറ്റ് ചെയ്യരുത്. ഇത് കേട്ടപ്പോൾ ഹിന്ദു ആഹാ ക്രിസ്ത്യാനാണല്ലേ, വെറുതെ അല്ല പൂജ ചെയ്തിട്ട് പോവാത്തത്. ഇത് കേട്ടപ്പോൾ നമ്മുടെ പ്രേതത്തിന് ചിരി അടക്കാൻ പറ്റുന്നില്ല. അടുത്ത ദിവസം തന്നെ നല്ല പവറുള്ള ഒരു കുരിശ് വാങ്ങിയിട്ട് അവൾ ഓടിക്കാൻ പോകുമ്പോൾ അതേ കടയിൽ നമ്മുടെ ആത്മാവ് നിൽക്കുന്നുണ്ട്. അവളുടെ നേരെ കുരിശ് നീട്ടിയപ്പോൾ അവൾ ആ കുരിശ് വാങ്ങിയിട്ട് തീരുമാനമായില്ലേ എങ്ങനെയാ പ്രേതായത്, ഇനി എങ്ങനെയാ പ്രേതാവാതാവുന്നത് ഒന്നും എനിക്കറിയില്ല. അപ്പോഴാണ് ഫൈസലിനെ കോൾ വരുന്നത്. നീ ഇപ്പോൾ എവിടെയാണെങ്കിലും രാത്രി സ്റ്റുഡിയോയിൽ വരണം. ഇന്ന് രാത്രി വിരാജ് സാറ് വീഡിയോ കോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പഴത്തിൻ്റെ ട്രാക്ക് ഈ ആയിരിക്കും മോനെ പാടുക. അത് കേട്ടപ്പോൾ നമ്മുടെ ആത്മാവ് ഗഡ്സ് പിന്നെ രാത്രി സ്റ്റുഡിയോയിലേക്ക് തിരിക്കുകയാണ്. അതേ ബസ്സിൽ നമ്മുടെ ആത്മാവും ഉണ്ട്. പിന്നെ സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ വിരാജ് സാറിൻ്റെ മാനേജർ ആദ്യം കോൾ ചെയ്യുന്നുണ്ട്. അതായത് വീഡിയോ കോൾ കണക്ട് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്തോ റെഡിയല്ലേ? പ്ലേ ചെയ്താൽ പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു ബീപ്പ് ഓൾറെഡി മൂളി കൊടുത്തിട്ടുണ്ട്. ഇതിന് താളം പിടിക്കുമ്പോൾ അത് വെസ്റ്റേൺ ആയി പോവാണ്. വിരാട് സാറിന് ഇഷ്ടപ്പെടുന്നില്ല. ഫൈസലാണെങ്കിൽ പ്രഭേ കൂടുതൽ മോഡിഫിക്കേഷൻ വേണ്ട, കംഫർട്ട് സോൺ ക്ലാസ്സിക്ക് പിടിച്ചാൽ മതി. അല്ലെ രണ്ടാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ വിരാട് സാറിന് ദേഷ്യം പിടിച്ചിട്ട് ഈ പരിപാടി നിർത്തിയാലോ? ഇതുപോലത്തെ ആളുകളെ ബോംബെയിൽ കുറേ കിട്ടും. അതായത് നമ്മുടെ പ്രഭയ്ക്ക് ആത്മാവങ്ങനെ വന്നാലോ എന്നുള്ള പേടിയിൽ ചെയ്യുന്ന പോലും അറിയുന്നില്ല. അപ്പോഴാണ് തൊട്ടരികിൽ ആത്മാവ് നിൽക്കുന്നത്. തരിച്ചു വെക്കുമ്പോൾ അമ്മായിട്ട് ഒരു മെലഡി മാത്രം ഫോക്കസ് ചെയ്യേ. പിന്നെ അവളത് പാടി കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ കിടലനായിട്ട് അത് വർക്കായിട്ടുണ്ട്. വിരാട് തന്നെ പ്രഭയെ വിളിച്ചിട്ട് അടിപൊളിയായിരുന്നു, അടുത്ത മൂവിയിൽ നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാം. ജീവിതത്തിൽ ഇതുവരെയായിട്ടും ആഗ്രഹം സഫലമാവാതെ ഒരാത്മാവ് വന്നപ്പോഴാണ് അത് നടന്നത്. അപ്പോൾ അവളോട് ഇഷ്ടമൊക്കെ നമ്മുടെ പ്രഭയ്ക്ക് തോന്നുന്നുണ്ട്. പിന്നെ രാത്രിയില്ലേ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് പറയുന്നുണ്ട് ഹൃദയമല്ല നമ്മൾ തമ്മിൽ കണക്ട് ആയത്. ഇതിനു മുൻപ് ആ വക്കീലിന്റെ മകൻ കുട്ടൂസില്ലേ, അവനൊരു ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രഭയെ സ്റ്റുഡിയോയിൽ വെച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയേ. മ്യൂസിക്കും ഗിറ്റാർ ട്യൂണൊക്കെ എനിക്ക് കറക്റ്റ് അറിയാം. ആത്മാവ് അല്ല പ്രഭേ ഇപ്പൊ പേടിയൊക്കെ മാറിയാ, മുഖത്ത് ചിരിയൊക്കെ ഉണ്ടല്ലോ. അത് ഞാൻ കരുതിയിരുന്നത് എനിക്കാണ് ഡെലുലു എന്നാണ്. ലുലു നല്ല പേര്, ഡെലൂഷൻ എന്ന് ഉദ്ദേശിച്ചേ. എന്തായാലും കേൾക്കാൻ രസമുണ്ട്. അപ്പം ഇനി എന്നെ ഡെലുലു എന്ന് വിളിച്ചാൽ മതി. പ്രഭയാണെങ്കിൽ ഡെലു തുണി ഓർഡർ ചെയ്യുന്ന ഒന്നും നിർത്തി തരുമോ? സാമ്പത്തികമായിട്ട് ടൈറ്റാണേ. ഇത് ഞാനേ ഒരു ലാവണ്ടർ കുർത്ത ഉപയോഗിച്ചിരുന്നു. ബാക്കി പല ഡ്രസ്സ് ഇട്ട് നോക്കി എനിക്ക് ഇടാൻ പറ്റുന്നുണ്ട്, എന്നാൽ ആ കുർത്ത മാത്രം ഇടാൻ പറ്റുന്നില്ല. ചിലപ്പോൾ കണ്ടാലിടാൻ പറ്റിയാലോ എന്ന് കരുതിയിട്ടാണ് ഓർഡർ ചെയ്തേ. പ്രഭയാണെങ്കിൽ അല്ല ഒരു 500 രൂപ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതിന് ഞാൻ കുപ്പിയിൽ നിന്ന് ബോധമൊന്നുമില്ല, ചെറിയ ചെറിയ കഴിവ് എനിക്കുണ്ട്. അതായത് ഒരിക്കൽ ഇവിടെ മുമ്പിൽ ഒരുത്തൻ ഷോ ഇറക്കിയില്ലേ, എൻ്റെ സ്കൂട്ടി ഒരു കടയിലേക്ക് ഞാൻ കൊണ്ട് ഇടിപ്പിച്ചില്ലേ, അതുപോലെയൊക്കെ. പ്രഭയാണെങ്കിൽ ആരിത് ശ്രീകുട്ടൻ്റെയാ. ഇപ്പോൾ ഷോക്കായിട്ട് പ്രഭയാണെങ്കിൽ ഓ മൈ ഗോഡ് പെട്ടെന്നാണ് വിശ്വാസമില്ലാത്ത ആളല്ലേ, ഗോഡല്ല. ഡെലിവലും ആണെങ്കിൽ എനിക്ക് എൻ്റെ ചില കാര്യങ്ങൾ ഓർമ്മയുണ്ട്, എന്നാൽ മെയിൻ ആയിട്ടുള്ള എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് വീട് ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. എന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ മരിക്കുന്നതിന് മുൻപ് ആരോ യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആരോ ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിച്ച പോലെ. അപ്പോൾ അവയാണെങ്കിൽ താരായിരിക്കും, താരാന്ന് എനിക്കറിയില്ല. പറയപ്പേ ഞാൻ സ്റ്റുഡിയോ എന്ന് പറയുന്നത് കരുതിയതാ. ഡെലിവറിൻ്റെ വോയിസ് അടിപൊളിയാട്ടാ, വെച്ചിട്ടില്ലെങ്കിൽ സമയത്തൊരു അടിപൊളി സ്റ്റാർ ആയാനെ. ഇപ്പോൾ മരിച്ച സ്ഥിതിക്കും സ്റ്റാറാവാതെ വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ പതിയെ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഭയവും മാറി നല്ലൊരു ഇഷ്ടത്തിലാവാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ രൂപയില്ലേ കുറച്ച് ബാധ ഒഴിപ്പിക്കൽ പൂജകൾ പിടിക്കാൻ വന്നതാണ്. അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കുറച്ചധികം വീടുകളുണ്ട്, 35ഓളം ഉണ്ട് വീട്. അപ്പോൾ അവിടെയുള്ള ബാധയൊക്കെ ഒന്ന് ഒഴിപ്പിച്ചു തരിക. അപ്പോൾ ഒരു ജ്യോത്സ്യം പറയുന്നുണ്ട് തന്റെ കൂടെ വക്കീലിന്റെ മകന്റെ ബാധ ഒഴിപ്പിക്കാനേ ഒരാൾ വന്നിരുന്നില്ലേ, ആ പയ്യനെ കൂട്ടിക്കോ, അവൻ എടുക്കണ. അപ്പോൾ രൂപയാണെങ്കിൽ പ്രേമേന്തു അവൻ ചെറിയ കുട്ടികളുടെ കേസ് എടുക്കാറുള്ളൂ, വലുതൊക്കെ ഞാൻ തന്നെയാ. പിന്നെ നിങ്ങൾ പറയുന്ന അപ്പാർട്ട്മെന്റിൽ ഒന്നിൽ കൂടുതൽ പ്രേതമുണ്ടെങ്കിലോ അതിന് തിരുമേനി പറയുന്ന പോലെ ആക്കാം, എന്നാൽ പ്രേതം പെർ ഹെഡ് ആക്കാം. അങ്ങനെ ഡീൽ ഉറപ്പിക്കുകയാണ്. അതേ സമയത്ത് വീട്ടില് അവരുടെ പെറ്റ് പപ്പുല്ലേ, അവരെന്തോ മുറിവ് പറ്റിയിട്ട് പ്രേമന്തുവിന്റെ അച്ഛൻ മരുന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഇന്ദു ഇല്ലേ മുകളിൽ റൂമിലേക്ക് വരുമ്പോ വെല്ലേജൻ ചോദിക്കുന്നത് അല്ലാതെ നീ താഴ്ന്നു വരികയാണോ? അപ്പൊ റൂമില് ആരാ ഗിറ്റാർ വായിക്കുന്നത്? വന്നു നോക്കുമ്പോ നമ്മുടെ ഡീലയിലും ആണ്. ഞാനില്ലാത്ത സമയത്ത് ഇവിടുന്ന് ഗിറ്റാർ വായിച്ചാലുണ്ടല്ലോ. അപ്പൊ ഡീലയിലും ആണെങ്കിൽ അല്ല ഇപ്പോഴല്ലേ താഴോട്ട് പോയെ, പിന്നെ ഇതിനെ പെട്ടെന്ന് കയറി വന്നേ? അത് അച്ഛൻ വരുന്നുണ്ടപ്പോ. അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ മിണ്ടാത്തെ? അതിന്റെ കാരണം പപ്പു തന്നെയാ. അതിന് പപ്പു നിങ്ങളോട് എന്താ ചെയ്തേ? അത് അമ്മ മരിച്ച ദിവസം കുറെ ആളുകൾ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ പപ്പു വല്ലാതെ കുറച്ചോണ്ടിരുന്നു. ബോഡി എടുക്കാനായപ്പോ അവന്റെ കുര കൂടി. അമ്മയായിരുന്നു അവന്റെ ഫേവറേറ്റ്, എന്നാൽ അവന്റെ വീടിന്റെ പുറത്ത് കെട്ടിവെച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ പോയിട്ട് അയച്ചിട്ട് കൂട്ടിട്ട് വന്നു. നമ്മൾ മാത്രം അമ്മയെ കണ്ടാൽ പോരല്ലോ, അവസാനമായിട്ട് അവനും അമ്മയെ കാണണ്ടേ. അവനെ കണ്ടപ്പോ അച്ഛൻ അലറിക്കൊണ്ട് രണ്ടാളും ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. അത് അച്ഛന് പ്രത്യേകിച്ച് ജീവികളൊന്നും ഇഷ്ടമില്ലായിരുന്നു, പപ്പുവിന് തിരിഞ്ഞു പോലും നോക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ പപ്പുവിനെ കൂട്ടിട്ട് ഞാൻ ചടങ്ങ് കഴിയുന്നവരെ പുറത്തിറങ്ങിയിരുന്നു. അവസാനമായിട്ട് എനിക്കും പപ്പുവിനും അമ്മയെ കാണാനുള്ള ചാൻസാണ് അച്ഛൻ ഇല്ലാതാക്കി. അതിന്
അതിനുശേഷം പിന്നെ അച്ഛനോട് ഞാൻ മിണ്ടാറില്ല. പൂണൂലും ഞാൻ ഊരിക്കളഞ്ഞു. അപ്പൊ ഡുലൂലു ആണെങ്കിൽ അത് പണ്ടല്ലേ, ഇപ്പോ പ്രഭയ്ക്ക് പൂണൂലും ഉണ്ട്, അച്ഛന് പപ്പുവിന് ഭയങ്കര ഫേവറേറ്റ് ആണല്ലോ, ഇനിയും മിണ്ടിക്കൂടെ? അത് കുറെ വർഷമായില്ലേ, ഇനി മാറാൻ പറ്റില്ല, സെറ്റായി. അങ്ങനെയാണെങ്കിൽ ഒന്ന് റീസെറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യ്. അല്ല പ്രഭേ, ഒരാളോട് പടങ്ങിയിട്ട് അതിങ്ങനെ കണ്ടിന്യൂ കൊണ്ടുപോകാന് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ലൈഫ് ഭയങ്കര ഷോർട്ടല്ലേ? അപ്പൊ പ്രഭയാണെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഡെലുവിനെ അവിടെ കാണുന്നില്ല. നോക്കുമ്പോൾ മുത്തശ്ശൻ വന്നിട്ടുണ്ട്. വേഗം ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് മുത്തശ്ശ ഫോണില്ല. അതേ സമയത്ത് നമ്മുടെ രൂപയില്ലേ, അടുത്ത ദിവസം വല്യമ്മാന്റെ ട്രീറ്റ്മെന്റിന് ഹോസ്പിറ്റലിൽ വന്നപ്പോ നമ്മുടെ ഇന്ദുവിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. വല്യമ്മാവനാണെങ്കിൽ ഞാനത് അങ്ങോട്ട് ചോദിക്കായിരുന്നതാ, അവനൊരു പ്രേമം തുടങ്ങിയിട്ടുണ്ട്. പ്രേതല്ലടാ, പ്രേമം. കുറച്ചു ദിവസമായിട്ട് അവൻ ഒറ്റക്കിരുന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെയാണ് ഫോണില്ലാന്ന് മനസ്സിലായ മറുഭാഗത്തൊരു പെൺകുട്ടിയാ. അപ്പൊ രൂപ ചോദിക്കുന്നുണ്ട്, വല്യമ്മാവ ഞാൻ ഈ ബാധ ഒഴിപ്പിക്കല് ഫോക്കസ് ചെയ്തില്ലെന്ന് കരുതുക, അത് കുറച്ച് ഡേഞ്ചറാണ്. 3 വിധത്തിലുള്ള ബാധകളുണ്ട്, തനിക്കറിയോ? അതില് 2 പേര് പാവങ്ങളാ, അവസാനത്തേത് ഹംദനാഥൻ, അവൻ ഹനിക്കാൻ വരുന്നവനാ, ജീവനും കൊണ്ടേ പോകൂ. അങ്ങനെ തരിച്ചു വെക്കുമ്പോ അതേ സമയത്ത് നമ്മുടെ ഇന്ദുവില്ലേ, ഡെലുവിനെ കൂട്ടിയിട്ട് ഏതെങ്കിലും പള്ളിയിലെ കല്ലറയില് ഡെലുവിൽ ഉണ്ടോന്ന് അന്വേഷിച്ചിറങ്ങിയതാണ്. എന്നാൽ പ്രത്യേകിച്ച് ഒരു ഉളവും കിട്ടിയില്ല. അതേ സമയത്ത് അന്ന് രാത്രി അമ്പലത്തില് പൂജാ കർമ്മങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ പ്രബോധാണെങ്കിൽ അതിന്റെ ഏരിയയിലേക്ക് പോയിട്ടില്ല. അങ്ങനെ ഡെലുവിലും ഒരുങ്ങി വന്നിട്ട് അവർ രണ്ടുപേരും കൂടി അവർ അമ്പലക്കുളത്തിന്റെ അടുത്തിരുന്ന് സംസാരിക്കുകയാണ്. അതായത് നാളെ ബോംബെയിലേക്ക് സിനിമയിലെ പാട്ടിന്റെ ഗിറ്റാർ ട്യൂൺ കൊടുക്കാൻ പോകണം. അപ്പൊ ഡെലുവിൽ ചോദിക്കുന്നുണ്ട്, അല്ല പ്രബന്ധു, താനെന്തുകൊണ്ടാ ദൈവത്തിൽ വിശ്വസിക്കാതെ? അത് കാണാൻ പറ്റാത്തതുകൊണ്ട്. അല്ല പ്രഭയ്ക്ക് മ്യൂസിക്കിൽ കഴിവില്ലേ? അതെങ്ങനെയാ? അത് ടാലന്റ് ഉള്ളതുകൊണ്ട്. അതെ, ടാലന്റ് അത് ദൈവവും, അതുപോലെ പ്രാക്ടീസ് അത് കഴിവും. അങ്ങനെ കരുതിയാ പോരെ? ആഹാ, ഒരു പിശാചാണോ ഇപ്പൊ ദൈവത്തിന് വേണ്ടി വാദിക്കുന്നത്? അപ്പൊ അവളാണെങ്കിൽ എന്നെ പിശാചെന്ന് വിളിക്കരുത്, ഞാനൊരു നല്ല സോളുള്ള ആത്മാവാ. സോറിട്ടാ, തന്റെ കാര്യത്തിൽ പോലും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഞാൻ എന്റെ മനസ്സിനെ തന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നത് താൻ പോലും എന്റെ ഒരു തോന്നലാണ്, ഇതോ നല്ല പവറുള്ള ഒരു ഇമ്പാക്റ്റ് ഉള്ള തോന്നല്. അപ്പൊ അവളാണെങ്കിൽ അപ്പൊ എന്റെ സ്കില്ലിന് ഒരു വിലയുമില്ലേ, ആരെങ്കിലും തനിക്കൊന്ന് തൊടാനെങ്കിലും പറ്റുമോ? അപ്പൊ ഒരു കാറ്റ് പോലെ നമ്മുടെ പ്രഭയ്ക്ക് അവളുടെ പ്രസൻസ് ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ തന്റെ ഫോൺ എടുത്തിട്ട് ക്യാമറയിൽ ഇനി അവളെ കാണാൻ പറ്റുമെന്ന് ഒന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫ്ലാഷ് അടിയുന്നില്ലേ, ആ ഒരു ലൈറ്റ് നമ്മുടെ ആ നാട്ടിലുള്ള അലമ്പ് പയ്യന്മാരില്ലേ അവന്മാര് കാണാണ്. അവന്മാരുടെ ഫോട്ടോ എടുത്തെന്ന് കരുതിയിട്ട് നമ്മുടെ പ്രഭയെ ലോക്ക് ചെയ്തിട്ട് ഫോൺ താടാ. ഡുലുലു ആണെങ്കിൽ പ്രഭേ എന്ത് വന്നാലും ഫോൺ കൊടുക്കരുത്. അപ്പൊ പ്രഭേ ഈ കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം. എന്നാൽ ആ പയ്യന്മാര് നോക്കുമ്പോ അവിടെ അങ്ങനെ ആത്മാവിനെ കാണാൻ പറ്റുമോ? ഇയാളിത് ആരോട് വർത്താനം പറയുന്നത്? എന്നിട്ട് ആ പയ്യനോട് നീ ഒരു കാര്യം ചെയ്യ്, ഫോൺ നോക്കിക്കോ, ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല, ഗാലറി ചെക്ക് ചെയ്തോ. അപ്പൊ ഡുലുലു ഇവന്മാര് എന്ത് റൂഡാ, 2 കൊടുക്ക് പ്രഭേ, ഞാൻ ഈ കാര്യം ഡീൽ ചെയ്തോളാന്ന്. അപ്പൊ പയ്യനാണെങ്കിൽ ഇവനെന്താ വയ്യടാ. അപ്പൊ പ്രഭേ ആ ഫോൺ കൊണ്ടാ ഞാൻ പോട്ടെ, എനിക്ക് നിങ്ങൾ ആരാന്ന് പോലും അറിയില്ല. അത് ഞാൻ അറിയിച്ചാരെന്ന് പറഞ്ഞിട്ട് അവൻ ആ ഫോൺ അറിയാൻ നോക്കുമ്പോൾ അവന്റെ കൈ സ്റ്റക്കായി പോവാണ്, എറിയാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഫോൺ വാങ്ങിയിട്ട് പ്രഭ അവിടുന്ന് പോയപ്പോ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ, പെട്ടെന്ന് ഹൈ ആയി തോന്നുന്നു. അങ്ങനെ അവിടുന്ന് പേടിച്ച് നമ്മുടെ പ്രഭ ഓടുമ്പോ അവന്മാര് പിന്നാലെ വരുന്നുണ്ട്. അപ്പൊ ഡുലുലു അല്ല പ്രഭേ, ലൈഫ് ലോങ് ഇങ്ങനെ പേടിച്ച് ഓടാനാ പ്ലാന്? അങ്ങനെയല്ല. അങ്ങനെ ആ പയ്യന്മാർ ഓരോന്നിനും അടിച്ച് പഞ്ചറാക്കിയിട്ട് അമ്പലക്കുളത്തിലേക്ക് എറിയുന്നുണ്ട്. അവസാനം നമ്മുടെ മെയിൻ പനില്ലേ അവന്റെ കൈ ഒടിച്ചിട്ട് മേലാലി പരിപാടിയായിട്ട് ആ ചേട്ടാ അറിയാം ഈ വഴിക്ക് വന്നാല് കൈകാലം ഒടിക്കുന്നില്ലേ, മേലാല് വരില്ലാട്ടാ. അങ്ങനെ അവന്മാരോട് ഓടി തള്ളുന്നുണ്ട്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിട്ട് ബോംബെയിലേക്ക് പോകാനൊരുങ്ങുമ്പോ പ്രഭയുടെ തൊട്ടരികില് മറ്റൊരു പെൺകുട്ടിയില്ലേ, അവള് പ്രഭേ ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പൊ പ്രഭ ഷോക്കായിട്ട് അല്ല നിങ്ങൾക്ക് ഫ്ലൈറ്റ് മാറിയെന്ന് തോന്നുന്നു. അപ്പൊ അവള് അല്ല ഞാനാ, ഇത് ഡെലുലുവാ. അതായത് നമ്മുടെ ഡെലുലു ആ പെൺകുട്ടിയുടെ മേത്ത് കയറിയതാണ്. ഞാൻ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ബാംഗ്ലൂരേക്കാ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നല്ലോണം ഓർമ്മയുണ്ട്. അപ്പോ ഫ്ലൈറ്റിൽ കയറിയതുകൊണ്ടായിരിക്കും. ഓർത്തു നോക്ക് അന്ന് ആരാ താൻ മരിക്കട്ടെ എന്ന് യെസ് പറഞ്ഞ്. എന്നാൽ അവൾ എത്ര ട്രൈ ചെയ്തിട്ടും അത് ഓർക്കാൻ പറ്റുന്നില്ല. അവളാണെങ്കിലേ ഇപ്പോ മനസ്സിന് എന്തോ ഒരു ഭാരം കുറഞ്ഞ പോലെ. അങ്ങനെയാണെങ്കിലേ ആ യെസ് പറഞ്ഞത് ആരാന്ന് മനസ്സിലായാലേ ഡെലുലുവിന് എന്നേക്കുമായിട്ട് മോക്ഷം കിട്ടുമായിരിക്കും. അപ്പൊ അവളാണെങ്കിൽ അപ്പോ എന്നെ മിസ് ചെയ്യില്ലേ, അതിലും പ്രധാനല്ലേ മോക്ഷം കിട്ടുക എന്നുള്ളത്. അപ്പൊ എന്നെ മിസ് ചെയ്യില്ല അല്ലേ? അവള് ദേഷ്യം പിടിച്ചിരിക്കുമ്പോ പ്രഭയാണെങ്കിൽ പതിയെ മിസ് ചെയ്യൂട്ടാ. അപ്പൊ ആ ലേഡി ചോദിക്കുന്നുണ്ട് താൻ എന്താടോ, അതായത് അവളുടെ മേത്ത് നിന്ന് ഡെലുലു ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ ഓപ്പോസിറ്റ് ഇരുന്നിട്ട് എനിക്കറിയായിരുന്നു എന്നെ മിസ് ചെയ്യുമെന്ന്. അപ്പോഴാണ് നമ്മുടെ ബോംബെയിലെ മ്യൂസീഷ്യൻ ഇല്ലേ അങ്ങരുടെ മാനേജർ സാധ്യ വല്ലാതെ കരഞ്ഞുകൊടുക്കുന്ന കാണുന്നത്. അതായത് അവള് തന്റെ ബോയ് ഫ്രണ്ടായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. അവന്റെ സാധനങ്ങൾ എടുക്കാൻ അവൻ വന്നതാണ്. അവന്റെ ഓർമ്മകളൊന്നും അവൾക്ക് മറക്കാൻ പറ്റുന്നില്ലെങ്കിലും കൂടുതലൊന്നും പറയാതെ അവളോട് തിരിഞ്ഞു നടക്കാണ്. അങ്ങനെ ആ മൂവിക്ക് വേണ്ട എല്ലാ സോങ്സിന്റെയും ഗിറ്റാർ പ്ലേ ചെയ്ത് കൊടുക്കാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തനിക്ക് നല്ല ടാലന്റ് ഉണ്ട്, എന്തായാലും മുംബൈയിലേക്ക് തന്നെ അടുത്ത് മാറിക്കോ. അപ്പോ സാധ്യ ചോദിക്കുന്നുണ്ട് എപ്പോഴാ പോകുന്നത്? നാളെ ഉച്ചക്ക് മുമ്പ് ഫ്ലൈറ്റ് കിട്ടോ, ഒരു പൂജ ഉണ്ടായിരുന്നു, രാവിലെ ഞാൻ ഫ്ലൈറ്റിൽ പോകുന്നുണ്ട്, 6:30 ഒന്നിച്ച് പോയാലോ? അങ്ങനെ ഓക്കെയും പറഞ്ഞേ നൈറ്റ് സാധ്യയും നമ്മുടെ ഹീറോയും കൂടി ഫുഡ് കഴിക്കുമ്പോൾ സാധ്യയുടെ ബോയ് ഫ്രണ്ടിന്റെ മെസ്സേജ് വരികയാണ്. അത് കണ്ടപ്പോ അവളുടെ കണ്ണ് നിറഞ്ഞ് ഡെസ്പ് ആകുമ്പോ ഡുലുലു എന്തോ വിഷമുണ്ടല്ലോ. അങ്ങനെ പതിയെ ഒളിഞ്ഞ് ഫോൺ നോക്കുമ്പോ ബോയ് ഫ്രണ്ട് ഇട്ടേച്ച് പോയതാ, എന്തോ കമ്മിറ്റ്മെന്റ് ഇഷ്യൂ ആണ്. പ്രഭയെ നോക്കി നിൽക്കാതെ ഒന്ന് ആശ്വസിപ്പിക്കേ. അപ്പൊ പ്രഭു ആണെങ്കിലേ സാധ്യ ബണ്ണും ചാറും കഴിക്കുന്നില്ലേ. അപ്പോ അവള് ചിരിച്ചു പോവാണ്. മൈൻഡ് കൂളായപ്പോ അത് പാവഭാജിയാണ്. അങ്ങനെ അവര് തിരിച്ചു പോകുമ്പോ സാധ്യ പറയുന്നുണ്ട് എനിക്ക് അവനോട് ദേഷ്യം ഉണ്ടെങ്കിലും അവനൊരു നല്ല പയ്യനായിരുന്നു. ചില സമയത്ത് നമ്മൾക്ക് ചില പേഴ്സണെ കുറ്റം പറയാൻ പറ്റില്ല, ചില സാഹചര്യങ്ങളായിരിക്കും. ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും ശുദ്ധിയാക്കി വെക്കേണ്ടത് അത് ഇമ്പോർട്ടന്റാ. അവരുടെ ലൈഫിൽ അവരെപ്പോഴും നന്നായിരിക്കാന് മനസ്സിൽ ആഗ്രഹിക്കും.
ആഗ്രഹിക്കണം. എന്നാലും അതത്ര ഈസി അല്ല. പക്ഷെ നമ്മളെ ഹീൽ ചെയ്യാൻ അതിനെ കഴിയും. അപ്പോ സാധ്യ പറയുന്നത് കേൾക്കുമ്പോ ഡുലുലുവിന് എന്തോ ഫീൽ ആവുന്നുണ്ട്. അവളെ പ്രഭയോട്, പ്രഭേ ഞാൻ ആരോ പ്രണയിച്ചിരുന്നു. അങ്ങനെ ആ ഒരു ഫ്ലൈറ്റിൽ തിരിച്ചു പോകുമ്പോ, അല്ല നിനക്ക് അയാളുടെ പേര് ഓർമ്മയുണ്ടോ? ഇനി താൻ മരിക്കുന്നതിന് മുൻപ് എസ് പറഞ്ഞത് അയാളായിരിക്കും. അല്ല അയാൾ എന്നെ പ്രണയിക്കുന്നുണ്ട് എന്ന് എസ് പറഞ്ഞാല് ഞാൻ മരിക്കേണ്ട ആവശ്യം എന്താ? അപ്പോഴാണ് നമ്മുടെ ഡെലിവറി ബോയ് ഇല്ലേ വീട്ടിലേക്ക് വന്നിട്ട്, അമ്മാവ ഒരു OTP വന്നിട്ടുണ്ടാവും, ഒന്ന് പറഞ്ഞുതരും. അതിന് പ്രഭേന്ദുവിന്റെ ഫോൺ നമ്പർ കയ്യിലില്ലേ, വിളിച്ച് ചോദിച്ചാൽ മതി. അങ്ങനെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ രൂപയില്ലേ ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസിന്റെ ഒരു വീട്ടിലെ ബാധ ഒഴിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. കൂട്ടത്തില് നമ്മുടെ പ്രഭയുണ്ട്. കാരണം പ്രഭ ഈ പൂജക്കാണ് ഫ്ലൈറ്റ് പിടിച്ച് പാഞ്ഞു വന്നത്. അങ്ങനെ മന്ത്ര ചടങ്ങൊക്കെ ചെയ്തിട്ട് ആ വീട്ടിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ പെട്ടെന്ന് നമ്മുടെ പ്രേതമായിട്ടുള്ള ദലൂലില്ലേ അവള് വരെ വറച്ചു പോവാണ്. അവിടെ ആരോ. അപ്പൊ ഒരു സ്ത്രീ ആണെങ്കിൽ കുട്ടീനെയും കൊണ്ട് അവരുടെ നേരെ കൂടി വരുന്നുണ്ട്. പിന്നാലെ ഒരു ബംഗാളിയും, ചേട്ടാ ഒന്നും ചെയ്യല്ലേ, വീട് ഒഴിഞ്ഞു കിടന്നപ്പോ ഒന്ന് കയറി പോയതാണേ. അവർ ഉപേക്ഷ പറയുന്നുണ്ട്, മന്ത്രം ഫലിച്ചു, ആത്മാവെല്ലാം പോയി. അങ്ങനെ പൂജ കഴിഞ്ഞ് നൈറ്റ് പ്രഭ പറയുന്നുണ്ട്, ഇനിയിപ്പോ ഞാൻ ഉണ്ടാവില്ല, ബോംബെയില് ബിസി ആവാൻ പോവാ. എന്തായാലും ബോംബെയില് വല്ല പൂജണ്ടി പിടിച്ചോ, നമുക്ക് ചെയ്തേക്കാം. അങ്ങനെ ഇന്നത്തെ ചടങ്ങിന്റെ മുഴുവൻ പൈസയും കൊടുത്തിട്ട് വാ പോവാന്ന് പറയുന്നുണ്ട്. അപ്പോ പ്രഭയും നമ്മുടെ ഡുലുലും തരിച്ചു വെക്കാണ്. ഡുലുലിനെ ഇനി കണ്ടാ നോക്കുമ്പോ വീടിന്റെ അടുത്തുള്ള ഏതോ ഒരു ചേട്ടൻ പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ വരുന്നുണ്ടിട്ട് പ്രേതം വരെ പേടിച്ചു പോവാണ്. അപ്പൊ പ്രഭയാണെങ്കിൽ ഇത്രയും ധീരമുള്ളൊരു പ്രേതം. അങ്ങനെ നൈറ്റ് ആയപ്പോ സാധ്യ നമ്മുടെ പ്രഭയ്ക്ക് മെസ്സേജ് അയക്കുകയാണ്, നെക്സ്റ്റ് ബോംബെക്ക് പോകുമ്പോ നമുക്ക് ഒന്നിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്താലോ? അന്ന് നാട്ടിലേക്ക് വന്നത് ഞാൻ അറിഞ്ഞേയില്ല. നാളെ വൈകുന്നേരമാണ് കസിന്റെ ഫംഗ്ഷൻ, വരാന്ന് പറഞ്ഞിരുന്നില്ലേ, ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അപ്പൊ ഡുലുലു ആണെങ്കിൽ എന്താ പൂക്കിപ്പയ്യന് നാണം വരുന്നുണ്ടാ, ലവ് പറഞ്ഞാലാ അത് ശരിയാവില്ല, കുറച്ച് വെയിറ്റ് കിട്ടി നിൽക്കണം. ഒരാൾ ഇങ്ങോട്ടേക്ക് ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുമ്പോ വെറുതെ ചാടിട്ടിരുന്നട്ടാ. പ്രഭയെ അവള് ആദ്യം കണ്ടപ്പോ പ്രഭയോട് ബ്രേക്കപ്പ് സ്റ്റോറി പറയേണ്ട വല്ല കാര്യമുണ്ടാ? പ്രഭയെ തന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പയ്യന്മാരാണെങ്കിൽ ഇപ്പൊ ഓൾറെഡി കയറി കൊളുത്തിട്ടുണ്ടാവുമായിരുന്നു. താൻ ശരിക്കും ഒരു നല്ല ആളാട്ടാ. അപ്പൊ നമുക്ക് നാളെ തന്നെ പോവല്ലേ? ഇത് കുറച്ചുള്ളിലാ, ബൈക്കിൽ പോകാൻ പറ്റില്ല, അച്ഛന്റെ കാറെടുത്തൂടെ? അത് ശരിയാവില്ല. എന്ത് ഈഗോയാ പ്രഭേ? അപ്പോഴാണ് പപ്പുയുടെ ശബ്ദം കേൾക്കുന്നത്. വീട്ടിന്റെ ഉള്ളിൽ നിന്നാണ്. പോയി നോക്കുമ്പോ അച്ഛന്റെ റൂമിലെ പപ്പുവിന്റെ മുറിവിന് അച്ഛൻ മരുന്ന് കെട്ടുകയാണ്. അപ്പൊ പ്രഭയെ കണ്ടപ്പോ, അല്ല എന്താ ഉറങ്ങിയില്ലേ? നമ്മുടെ പപ്പുവിന് ഒരു മുറിവുണ്ട്, പുറത്ത് കിടത്തിയാല് ഈച്ച വന്നിട്ട് മുറിവ് നാശാവും. അപ്പൊ എന്റെ റൂമിൽ കിടക്കുകയാണെങ്കിൽ എനിക്ക് നോട്ടെത്തും ചെയ്യും, ഒരു സമാധാനം കിട്ടും. അപ്പോഴാണ് അച്ഛന് ബ്രീത്തിങ്ങിന് പ്രശ്നമുള്ളതുകൊണ്ട് ബ്രീത്തിങ് ട്യൂബ് വെച്ചത് കാണുന്നത്. അപ്പൊ പ്രഭയ്ക്ക് ചെറുതായി സങ്കടമാവുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ പപ്പുവിന് മുറിവിന് പ്രേ അടിച്ചിരുന്നു. അതെടുത്ത് അലമാരയിൽ വെക്കുമ്പോ അമ്മയുടെ സാരികളൊക്കെ ആഴ്ചത്തോറും അലക്കി ഇസ്തിരിയിട്ട് അച്ഛൻ അലമാരയിൽ വെച്ചിട്ടുള്ളത് കാണാണ്. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, ആ അലമാര തുറക്കുമ്പോ സുജാത എന്റെ അരികിലുള്ള പോലെ എനിക്ക് തോന്നും, അതൊരു സമാധാനം. അപ്പോ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് തന്റെ അച്ഛനെ വിളിച്ചിട്ട് നാളെ ഞാൻ ആ കാറൊന്നും എടുത്തോട്ടെ. അച്ഛനും സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ സാധ്യയുടെ കസിന്റെ ഫംഗ്ഷൻ അവരടിച്ച് പൊളിക്കുകയാണ്. അങ്ങനെ രാത്രി ഫംഗ്ഷൻ കഴിഞ്ഞ് കാറിൽ തിരിച്ചു വരുമ്പോ ഡിലുലു, പ്രഭേ എനിക്കൊരു കാര്യം പ്രഭയോട് പറയാനുണ്ട്, എനിക്ക് പ്രഭയെ ഇഷ്ടമാണ്. അപ്പൊ പ്രഭേ താങ്ക് യു, എനിക്കും ഡിലുലിന് ഇഷ്ടം. ഞാൻ ഫ്രാങ്ക് ആയിട്ടൊരു കാര്യം പറയുമ്പോ പ്രഭ എന്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? പെട്ടെന്ന് ലൈഫിലേക്ക് വേറെ ആൾ വന്നപ്പോ ഞാൻ ആരും അല്ലാതായോ? അപ്പൊ പ്രഭയാണെങ്കിൽ, അല്ല താനല്ലേ സാധ്യമായിട്ട് കണക്ട് ചെയ്തേ, വെറുതെ ഇരുന്ന് എന്നെ എരുകേറ്റിട്ട് ഇവിടെ ഒരു എത്തിച്ചിട്ട് ഇപ്പൊ തനിക്ക് ഇവിടുന്ന് പ്രണയം വന്നേ? എനിക്കറിയില്ല, എന്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നു. ആരോടെങ്കിലും പ്രണയം തോന്നിയാല് എനിക്കത് മനസ്സിൽ ഒളിപ്പിക്കാൻ അറിയില്ല, എനിക്ക് സമാധാനമില്ല. പ്രഭയ്ക്ക് അറിയുന്നില്ലേ എനിക്ക് താനല്ലാതെ വേറെ ആരുമില്ല. ഡെലിലു, ഇത് തന്റെ ഒരു പൊസസീവ്നെസ്സാ, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളൂ. കാര്യം താനൊരു പ്രേതാണെങ്കിലും തനിക്ക് കല്യാണപ്രായം ആയിട്ടില്ല, എന്നാൽ എന്റേതോ കല്യാണപ്രായം കഴിയാറുമായി. അപ്പൊ ദിലു ദേഷ്യത്തില്, എന്നെ പ്രേന്ന് വിളിക്കരുത്, പിന്നെ ഞാനത് വിളിക്കണ്ടേ? ഒന്ന് കാണാനോ തൊടാനോ, സ്വന്തം പേര് പോലും അറിയാത്ത. അപ്പൊ അവളാണെങ്കിൽ അതിന് പ്രണയം വെറും ഫിസിക്കൽ അല്ല, എത്ര ആൾക്കാര് കാണാതെ അറിയാതെ രണ്ടുപേര് തമ്മിൽ ഷെയർ ചെയ്യുന്ന ഇമോഷണൽ കണക്ട് അല്ലേ ഈ ഒരു പ്രണയം. നമ്മള് രണ്ടാളും തമ്മിൽ അതില്ലേ? പ്രഭയ്ക്കില്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ പ്രഭയാണെങ്കിൽ ഇന്നെന്റെ ദിവസത്തിൽ ഏറ്റവും ഹാപ്പി ആയ ഒരു ഡേ ആയിരുന്നു, അത് താനിപ്പോ ഇല്ലാതാക്കി. പ്രഭ താൻ വെറും സെൽഫിഷ് ആട്ടാ. ഞാൻ തന്റെ ലൈഫിലേക്ക് വന്നിട്ട് പോസിറ്റീവ് മാത്രമല്ലേ സംഭവിച്ചിട്ടുള്ളൂ. ഈ സാധ്യ പോലും വന്നത് ഞാൻ കാരണല്ലേ? ആണുങ്ങളെല്ലാം കണക്കാ, യൂസ് ചെയ്യുക ത്രോ ചെയ്യുക. അപ്പൊ സാധ്യയുടെ കോള് വരികയാണ്. അതുകൊണ്ടിപ്പോ ദിലുലു ഫോൺ എടുത്തോ. അപ്പൊ ദേഷ്യത്തിലെ പ്രഭയാണെങ്കിൽ, എനിക്ക് പ്രൈവസി വേണം, മോക്ഷം വേണ്ടത് നിനക്കല്ല എനിക്കാ. അതും പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങാന് ഡോറ് തുറക്കുമ്പോ പെട്ടെന്നൊരു കാറ് പാസ് ചെയ്യാണ്. ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല. ആ വണ്ടിക്കാരി ചീത്തി പറഞ്ഞോണ്ട് പോകുമ്പോ നമ്മുടെ ഡെലിവറി അല്ലേ അവള് നമ്മുടെ പ്രഭയെ ഹഗ് ചെയ്യാണ്. അപ്പൊ അവളുടെ കണ്ണുകൾ നിറയുമ്പോ, അതായത് അവൾക്ക് അവളുടെ ലൈഫിനെ കുറിച്ച് ഓർമ്മ കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് അവളുടെ ഫാമിലി നമ്മൾ കാണുന്നത്. ഒരച്ഛനും അമ്മയും ചെറിയൊരു അനിയനും അവളും അടങ്ങുന്ന ഒരു സുന്ദരമായ ഫാമിലി. അപ്പോ അവളുടെ അച്ഛനോട് എന്തോ ഒന്ന് അവളെ ഏൽപ്പിച്ചിട്ടുണ്ട്. തലയാട്ടിക്കൊണ്ട് അച്ഛ അത് പറ. അപ്പൊ അനിയൻ പറയുന്നുണ്ട്, ചേച്ചിക്ക് മുടിയില് നീല കളർ അടിക്കണം പോലും. അപ്പൊ ഡിലുലു, നീലല്ലടാ ലാവണ്ടർ. അപ്പൊ അച്ഛൻ അതും പറയണ. അപ്പൊ ഡിലുലു ആണെങ്കിൽ അത് പിന്നെ ഇപ്പോ പറയാന്ന് പറഞ്ഞ കാര്യം പറ. അത് നമ്മുടെ മോളൂട്ടിക്ക് ഒരാളെ ഇഷ്ടമാണ്. നമ്മുടെ ഫാമിലിയിലെ ജോയല്ലേ? അവനല്ല, അവൻ നേരത്തെ ഐശുവായിട്ട് പ്രണയത്തില. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് പരിചയപ്പെട്ട ഒരു മ്യൂസിക് ഫ്രണ്ടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതാ, അങ്ങനെ പലരും പലതും പറഞ്ഞു വരുന്നു, കെയർഫുൾ ആയിക്കോ. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, ആനി അതിന് ഇവൾ അങ്ങോട്ടാണ് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്. അവളുടെ മനസ്സിലാഗ്രഹം അവൾ ആദ്യം നമ്മളോടാ പറയുന്നത്. അപ്പൊ നാളെ നമ്മൾ പോയിട്ട് അയാളെ മീറ്റ് ചെയ്ത് ഒരു കോഫിയെ കുടിച്ചിട്ട് വരാം. അപ്പൊ അമ്മയാണെങ്കിൽ അയാള് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ തമ്മിൽ നല്ല ഡീപ്പ് ആയിട്ടുള്ളൊരു ഇമോഷണൽ കണക്ട് ഉണ്ട്. അപ്പൊ അമ്മയാണെങ്കിൽ, എന്നാല് ഫോട്ടോ ഒന്ന് കാണിക്കേ, നാളെ എന്തായാലും നമ്മൾ കാണാൻ പോവല്ലേ, പിന്നെ അമ്മയ്ക്ക്
താടി ഇഷ്ടമല്ല, പിന്നെ ഹിന്ദു ആണ്, പിന്നെ കുറച്ച് എന്നെക്കാളും പ്രായമുണ്ട്. അപ്പൊ അനിയനാണെങ്കിൽ ചേച്ചി ഹാപ്പി ആവില്ലേ, നമുക്ക് പോവാം മമ്മി. രാവിലെ മോന് സ്കൂളിലേക്ക് പോയിക്കോ, ആദ്യം പപ്പയും മമ്മിയും കാണട്ടെ. അപ്പൊ അനിയനോട് നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടാ, ചേച്ചി കാണിച്ചു തരാട്ടാ. അങ്ങനെ അവരടുത്ത ദിവസം തന്നെ ടില്ലുലിന്റെ ആ ഒരു ലവറെ കാണാന് കാറിൽ കുറെ നേരം കാത്തുന്നു. എന്നാൽ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ആളെ കാണുന്നില്ല. അപ്പോഴാണ് ടില്ലുലിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അപ്പൊ അവളുടെ മുഖം ടെസ്റ്റ് ആവുന്നുണ്ട്. അപ്പൊ അമ്മയാണെങ്കിൽ അയാള് വരുന്നില്ല അല്ലെ, പരിചയമില്ലാത്ത ഒരാളെ നമുക്ക് നേരത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവള് ചെറുതായിട്ട് റാഷായിട്ട് അമ്മക്ക് എങ്ങനെയാ കാണാത്ത ഒരാളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ കൺഫ്യൂസ് ആണ്, ഒന്ന് ചിലപ്പോൾ സംസാരിച്ചാൽ ശരിയാവും. അങ്ങനെ പതിയെ കാറിന്റെ ഡോർ തുറന്നപ്പോ മറ്റൊരു കാർ പാഞ്ഞു വരികയാണ്, അവളെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അപ്പോ ഇവൾക്ക് എങ്ങനെയാണ് ഈ പഴയ കാര്യങ്ങൾക്ക് ഓർമ്മ വന്നെന്ന് മനസ്സിലായില്ലേ. കുറച്ചു നേരത്തെ നമ്മുടെ പ്രഭയെ ഒരു കാർ ഇടിക്കാൻ വന്നില്ലേ, അതേ സീന് അവളുടെ മുമ്പിൽ സംഭവിച്ചപ്പോഴാണ് അവളുടെ ലൈഫിൽ സംഭവിച്ച കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ സ്കൂളിൽ നിന്ന് ഡിലുലുവിന്റെ അനിയനില്ലേ, അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. അവളുടെ അച്ഛനോടും അമ്മയോടും ഡോക്ടർ എന്തോ കാര്യം പറയുന്നുണ്ട്. കേട്ടപ്പോ സഹിക്കാൻ പറ്റുന്നില്ല, അവർ ഒരുക്കി പോകുന്നുണ്ട്. ആ കാഴ്ച അവരനിയും പയ്യനും കാണുന്നുണ്ട്. അവൻ അച്ഛ ചേച്ചി എവിടെ? അങ്ങനെ ചേച്ചിയെ കാണിക്കാനേ അവനെ കൂട്ടിക്കൊണ്ടുപോയിട്ട്, നിനക്ക് നിന്റെ ചേച്ചി ഏറ്റവും ഹാപ്പി ആയിരുന്നു എപ്പോഴെന്നറിയോ, ഈ ഫ്ലോറിന്റെ താഴെ നീ ജനിച്ച അന്നാണ്. ഇപ്പോ ചേച്ചിയെ ഹാപ്പി ആക്കണമെങ്കിലേ മോന്റെ ഒരു ഹെൽപ്പ് അച്ഛന് വേണം. ഡോക്ടർ പറയുന്നത് ചേച്ചി പോയി എന്നാണ്, അവളുടെ ബ്രെയിൻ ഡെഡ് ആയിട്ടുണ്ട്. അവൾക്ക് പപ്പയുടെ ഒരു എസ് വേണം, എന്നാല് മോനും കൂടെ എസ് പറയാതെ പപ്പ എസ് പറയില്ല. പനിയനാണെങ്കിൽ അങ്ങനെ എസ് പറഞ്ഞ ചേച്ചി ഹാപ്പി ആവോ, അങ്ങനെ പ്രോമിസ് വാങ്ങിയിട്ട് അവര് എസ് പറയാണ്. അങ്ങനെ ദിലുവിനെ കുറിച്ചും അവളുടെ അച്ഛനെ കുറിച്ചും അമ്മയെ കുറിച്ചും അവരുടെ വീട് എവിടെയാണ് എല്ലാ കാര്യവും ഇപ്പോ നമ്മുടെ പ്രഭയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോ പ്രഭയാണെങ്കിൽ തന്റെ പേരെന്താ, ഡിലുലു, ശരിക്കുള്ള പേര് പറ. തന്നെ ഡിലുലു, അതായത് ഡെലൂഷൻ, മായ മാത്യു. അങ്ങനെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് അവളുടെ ആത്മാവിനെ ശാന്തി ലഭിക്കുകയാണ്. അപ്പോഴാണ് അവളെ കൂടെ ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങളൊക്കെ പ്രഭ ഓർക്കുന്നത്. അപ്പോ മുത്തശ്ശൻ പറയുന്നുണ്ട്, ദുഃഖങ്ങളിൽ നിന്ന് ഒരു കുടുംബം ശാന്തി നേടുമ്പോഴാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്കും ശാന്തി ലഭിക്കുക. അവളുടെ അച്ഛനും അമ്മയും ഇതുവരെ മകൾ ഇഷ്ടപ്പെട്ട ആളെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ പ്രഭയിലെ അവളുടെ വീട്ടിലേക്ക് അച്ഛനെയും അമ്മ കാണാൻ പോവാണ്. അപ്പൊ അമ്മയാണെങ്കിൽ ആരാണ്, ഞാന് മായയുടെ ഒരു ഫ്രണ്ടാണ്, വഴി വന്നപ്പോ ഒന്ന് കയറാന്ന് കരുതി. അപ്പൊ അമ്മ പറയുന്നുണ്ട്, അവള് നമ്മളെ വിട്ടുപോയെന്നുള്ള റിയാലിറ്റി ഇതുവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവള് മിസ് ചെയ്യുന്നതായിട്ട് ഫീൽ ആവുന്നുമില്ല. ഇപ്പോ അവളുടെ അച്ഛനാണെങ്കിൽ ഫുൾ വർക്ക് ഹോളിക്കായി, അനിയൻ ചാക്കോ ആണെങ്കിൽ ഫുൾ പഠിത്തം, ക്ലാസ്സിലെ ടോപ്പർ വരെയായി. രണ്ട് സമയത്ത് അവളെ ഞാൻ മിസ് ചെയ്യും. ഒന്ന് ഫ്രിഡ്ജ് തുറക്കുമ്പോ, ചെറുപ്പം മുതലേ അവള് ഇടക്കിടക്ക് ഫ്രിഡ്ജ് തുറക്കുമായിരുന്നു. അതുപോലെ ബെഡിൽ കുറെ അധികം ക്ലോത്ത്സുകൾ വലിച്ച് വാരിയിടുമ്പോ ഫോണിൽ ഇങ്ങനെ കുറെ ഓർഡർ ചെയ്തിട്ട് അവളുടെ ഹോബി അതായിരുന്നു. അപ്പോഴാണ് അമ്മ പറയുന്നത്, ഞാൻ ഒരു ചായ എടുക്കാം. അപ്പോൾ ദിലുലുവിന്റെ ഫോട്ടോ നമ്മുടെ പ്രഭ നോക്കി നിൽക്കുമ്പോൾ അമ്മ ചായ ഇട്ട് വരികയാണ്. അപ്പോഴാണ് തന്റെ മകള് പറഞ്ഞ കുറച്ച് പ്രായമുള്ള ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാളെയാണ് ഞാൻ പ്രണയിക്കുന്നത്. അപ്പൊ അമ്മ പേരെന്താ, പ്രഭേന്ദു. അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നത് പ്രഭയല്ലേ. അപ്പോ അവൾക്ക് ശാന്തി കിട്ടാനായിട്ട്, അമ്മയ്ക്കും കുടുംബത്തിനും സമാധാനം കിട്ടാനായിട്ട് ഹീറോ അതെ എന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ പ്രഭ അവിടുന്ന് തിരിച്ചു പോയി കഴിയുമ്പോൾ ആ വീടിന്റെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്ന നമ്മുടെ മായയുടെ ആത്മാവ് എന്നേക്കുമായിട്ട് സമാധാനത്തോടെ ശാന്തി വാങ്ങി അവിടുന്ന് പോവാണ്. അങ്ങനെ അവസാനത്തില് നമ്മുടെ പ്രഭയ്ക്ക് ഫസ്റ്റ് ഒരു ഷോ മിസ്സായില്ലേ, അതിനേക്കാളും വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഷോ സ്വന്തം പേരിൽ തന്നെ മുംബൈ നഗരത്തിൽ നടത്തുകയാണ്. അങ്ങനെ പ്രഭയുടെയും സാധ്യയുടെയും പ്രണയം ഒന്ന് ചേർന്നിട്ടുണ്ടെന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും മാക്സിമം ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ കഥയുമായിട്ട് നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.